ഇന്നലെ ഞങ്ങൾ വെറുതെ ഡ്രോൺ പറത്തിയപ്പോഴാണ് കൂട്ടുകാരൻ ബിനോ പറയണത് നമുക്ക് കടമക്കുടി പോയിട്ടൊന്ന് പറത്തണം, രാവിലെ പോയി ഒന്ന് ഡ്രോൺ പറത്തണം. അപ്പം നമ്മളൊന്ന് കടമക്കുടി പോയിട്ടൊന്ന് ഡ്രോൺ പറത്താൻ പോവാണ്. ഇങ്ങനെ വഴിയിൽ വെച്ച് ഇവനെ പിക്ക് ചെയ്ത് ഇപ്പൊ നമ്മൾ കടമക്കുടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സത്യത്തിൽ ഇപ്പൊ നമ്മൾ ചളിക്കോട്ടത്താണ്. അയർലൻഡിൽ നിന്ന് വന്നേക്കുന്ന ഡ്രോൺ ഇവിടെ ഒന്ന് ടെസ്റ്റ് ചെയ്യണം. അതിനുവേണ്ടിയാണ് നമ്മൾ രാവിലെ തന്നെ ഇറങ്ങിയിരിക്കുന്നത്. സമയം 6:30. നമ്മളിപ്പോൾ പാലം കഴിഞ്ഞിട്ടില്ല, കയറാൻ പോകുന്നു. പിന്നെ അയർലൻഡ് ജയലക്ഷ്മി ഒന്നും ഇല്ലട്ടോ. ജയലക്ഷ്മി ഡോഡ ജയലക്ഷ്മിയുടെ സൈഡിൽ കൂടെയാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. ജയലക്ഷ്മി എന്തായാലും ഫുള്ള് ഒരു 1.5 അഡ്വർടൈസ്മെന്റ് ഉണ്ട് അവർക്ക് കിട്ടിയേക്കുന്നത്. ഇവിടെ നിന്ന് പോകുമ്പോ വെറുതെ ജയലക്ഷ്മിന്ന് എഴുതിയേക്കണത് കാണാം, അവിടെ നിന്ന് വരുമ്പോ ജയലക്ഷ്മിയുടെ ഡിസ്പ്ലേ കാണും. ജയലക്ഷ്മി തന്നെയല്ലേ പറഞ്ഞ അവരുടെ വലിയൊരു അഡ്വർടൈസ്മെന്റ് ആണെന്ന് പറയണതാണ്. ഇപ്പൊ എറണാകുളം അറിയാൻ പാടാത്തവര് വരുമ്പോ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി, വാവളിച്ച് എന്താണ് എറണാകുളത്ത് വന്നു ജയലക്ഷ്മി പോയിരിക്കണം. എറണാകുളത്ത് വന്നു കഴിഞ്ഞാൽ പോകേണ്ട 3-4 സ്ഥലങ്ങളിൽ ഒന്നാണ് ജയലക്ഷ്മി അല്ലേ? ശരി. ചെക്കന്റെ തലയോട്ടിയിൽ പൊട്ടലുണ്ടെന്നൊക്കെ പറഞ്ഞില്ല ന്യൂസിൽ കണ്ടായിരുന്നു. നീ അത് കഴിഞ്ഞിട്ട് വേറൊരുത്തന്റെ റീലില് ഈ ന്യൂസ് എനിക്ക് സത്യം പറഞ്ഞാൽ പല ഇതായിട്ടാണ് കിട്ടണത്. എന്ന് വെച്ചാ ഞാൻ വേറെ അത് കഴിഞ്ഞിട്ട് കുറച്ച് ഓഫ് ചെയ്ത് വെച്ച് പിന്നെ വീണ്ടും എടുത്ത് മൊബൈൽ എടുത്ത് നോക്കിയപ്പോ ആ തലയോട്ടി പൊട്ടിന്ന് പറഞ്ഞില്ലേ, അവന്റെ ഒരു അവനെ തല്ലിയന്മാരാണ് അതെനിക്കറിയാൻ പാടില്ല. അതിന്റെ ഒരു ചാറ്റ് ഹിസ്റ്ററിയിലെ വോയിസ് ഓവർ ഒക്കെ കേൾക്കണായിരുന്നേ പിള്ളേര് സംസാരിക്കണത്. എന്താ കേസ് നിക്കൂല, അവനെല്ലാം നമ്മുടെ അടുത്തേക്ക് വന്ന് തള്ളിയതെന്നും തല പൊട്ടി മരിച്ച കേസ് എടുക്കൂല എന്നൊക്കെ പറഞ്ഞിട്ട് അവന്മാര് ഗ്രൂപ്പ് ചാറ്റിൽ പറയണതൊക്കെ. അതും 15 വയസ്സുള്ള പിള്ളേര്. 15 അല്ലേ? 10ാം ക്ലാസ് അല്ലേ? നമ്മൾ എന്ത് ചെയ്യണമെന്ന് 10ാം ക്ലാസ്സിലെ ടീച്ചർമാരുടെ അടി കൊണ്ടാ പേടിയാണ് വീട്ടിൽ വിളിച്ചു പറയാന്നുള്ളത്. ആ അവസ്ഥയിൽ നിൽക്കുന്ന പഠിക്കാൻ പോലും പറ്റൂല. അതെ, എന്റെ പൊന്നു മോനെ 10ാം ക്ലാസ്സിൽ എന്നെ പ്രേമം പൊക്കിയിട്ടുണ്ട്. ഞാൻ ചത്തില്ലെന്നുള്ളന്ന് വീട്ടിൽ നിന്ന് ചൂലും കെട്ടിനൊക്കെ അടി കിട്ടിയിട്ടുണ്ട് എനിക്ക്. പ്രേമിക്കാല മൊട്ടേന്ന് വരിയാത്ത നീ പ്രേമിക്കണെന്തിനാന്ന് ചോദിച്ചോണ്ട് ചൂലും കെട്ടിന് അമ്മ തല്ലിയിട്ടുണ്ട് തന്നെ. ഒരു ടീച്ചർമാരുടെ വക വേറെ. അപ്പോഴാണ് ഇവിടെ കൊലപാതകം മാങ്ങാത്തൊലി എങ്ങോടാ പോക്കുന്നുള്ളത് ദൈവത്തിന് മാത്രം അറിയാം. ഞാൻ 10ാം ക്ലാസ്സിൽ അവിടെ നിന്ന് പാസ്സായി പോരുമ്പോഴാണ് എന്റെ പ്രണയം മുട്ടിട്ടത്. ആ മുട്ടിട്ട പ്രണയം ഇപ്പൊ വീട്ടിൽ ഇപ്പൊ കിടന്നുറങ്ങാണ്ട്. എന്തെങ്കിലുമൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ട് ചെയ്യും. അതെ, വൈകുന്നേരം ഷാപ്പില്ല ഇവിടെ പോയിരിക്കായിരുന്നു. ശാന്തമായ സ്ഥലത്ത്, ശാന്തമായ ഷാപ്പ്. പറഞ്ഞു വിടുന്നത് നെട്ടൂരുള്ള ഷാപ്പിനെ പറ്റിയാണ്. ശാന്തമായ ഷാപ്പാണ്, നല്ല ഫുഡ് കഴിച്ചിരിക്കും. ഡ്രോണൊക്കെ പറപ്പിക്കല് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിന്റെ വിഷ്വൽസിന് വേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. നമുക്കിനി വിഷ്വൽസിലേക്ക് പോയാലോ? അതിന് വേണ്ടി ഒരു ചായ കുടിക്കാൻ പോകാം. ആദ്യം കുറച്ച് ചായ കുടിക്കാൻ പോകാം, വിഷ്വൽസിലേക്ക് പോകാം. അതൊരു ജാതി ഷോട്ടായിരുന്നടാ. അത് കാണണ്ട നീ? ഞാനെങ്ങനെ കാണാടാ? ശരിയാണല്ലോ പണ്ടാരം.